ആദ്യമായി ഈ പരിശുദ്ധ അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമൂല്യ എലിസബത്ത് മനോജ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ച് മുളകരമേടിലെ ഇടവകാംഗമാണ്. ഞാൻ 2024 മെയ് 2-ാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മയും എനിക്കെൻ്റെ മാതാവും തിരുക്കുമാരനും തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എൻ്റെ വിസ തടസ്സം. ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് വെച്ചായിരുന്നു. അപ്പോൾ 2 തവണ വെച്ചപ്പോഴും അത് റിജക്ഷൻ ആകുമായിരുന്നു ചെയ്തത്. ആദ്യമത്തെ റിജക്ഷനായപ്പോൾ അവർ കാരണം പറഞ്ഞത് ഞാൻ നഴ്സിങ്ങിനാണ് പോകുന്നത്, അപ്പം ഞാൻ പോകുന്ന സ്കൂളിൽ ഞാൻ ഇൻ്റർവ്യൂ ജയിച്ചു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വെച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതെല്ലാം ഡോക്യുമെൻറ്റ്സിൻ്റെ ഒപ്പം വെച്ചായിരുന്നു. 2ാമത് റിജക്ഷൻ സംഭവിച്ചപ്പം അവർ പറഞ്ഞത് ഞാനാണെങ്കിൽ B1 ആയിരുന്നു ജയിച്ചിരുന്നത്, ജർമ്മൻ ലാംഗ്വേജ് B1 ലെവലായിരുന്നു ജയിച്ചിരുന്നത്. B2 2 മൊഡ്യൂളെങ്കിലും ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. 2 മൊഡ്യൂൾ കിട്ടിയിട്ട് വീണ്ടും വെക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. 3ാമത്തെ തവണ ഞാനാണെങ്കിൽ ഈ ജനുവരി 27-ാം തീയതി ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു. അപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. 2 തവണ റിജക്ഷൻ അടിച്ചുകൊണ്ട് 3ാമത്തെ തവണ ഒരിക്കൽ കൂടെ കോൺട്രാക്റ്റ് തരാൻ വേണ്ടി സ്കൂളുകാർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞത് എനിക്ക് B1 കിട്ടിയോണ്ടാണ് കിട്ടാഞ്ഞത്, B2 2 മൊഡ്യൂളം ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് റിഫ്യൂസലിൻ്റെ കാരണം വന്നതുകൊണ്ട് അവർ പറഞ്ഞു B1 ഒറ്റ മൊഡ്യൂളും കൊണ്ട് ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആഴ്ച തന്നെ. പിന്നെ എനിക്കും നിനക്ക് മാത്രം എന്താണ് കിട്ടാത്തതെന്നാണ് സ്കൂളിൻ്റെ അധികാരികൾ ചോദിച്ചത്. അതുകൊണ്ട് 3ാമത്തെ തവണ ഞാൻ പിന്നെയും അഡ്മിഷന് വെച്ചപ്പോൾ അവരെനിക്ക് കോൺട്രാക്റ്റ് തരത്തില്ലായിരുന്നു. കാരണം അവർ പറഞ്ഞത് ഈ 3ാമത്തെ തവണയും കൂടെ റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ചോദ്യം വരും, എന്തുകൊണ്ട് ഈ കുട്ടി കയറി വരുന്നില്ല. കാരണം എൻ്റെ സീറ്റ് 2 തവണ അവിടെ വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കുകയായിരുന്നു. 3ാമത്തെ തവണ വെച്ച് കോൺട്രാക്റ്റിന് പോയപ്പോൾ എൻ്റെ ചേച്ചി ജർമ്മനിയിലാണ്. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് അഡ്മിഷനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നത്. അപ്പോൾ 3ാമത്തെ തവണ ഇവർ തരില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസർ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, സ്കൂളിൻ്റെ CEO ഇന്ന് വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അവരോട് പോയൊന്ന് ചോദിച്ച് നോക്ക്, അവർ സമ്മതിച്ചെങ്കിൽ ഈ ഇന്ത്യക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ CEO വന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ ചേച്ചി പോയാൽ ചിലപ്പോൾ കിട്ടൂലായിരിക്കും, പക്ഷേ അമ്മ പോയി അവരോട് സംസാരിക്കണം, CEO യാണ്, അമ്മയ്ക്കതൊക്കെ എളുപ്പമായിരിക്കും, പക്ഷേ എൻ്റെ ചേച്ചി പറഞ്ഞ് എത്രത്തോളം അവർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, അമ്മയായിട്ട് ഇതെനിക്ക് മേടിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മാർച്ച് ഇൻടേക്കിലോട്ട് അഡ്മിഷൻ തരാൻ വേണ്ടി അവർ സമ്മതിച്ചു. കൊച്ചി VFSൽ ജനുവരി 27-ാം തീയതി 1:45 എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം എനിക്ക് കിട്ടിയേക്കുന്നത്. അന്ന് നമ്മുടെ സമയം 10 മണിക്ക് എനിക്ക് കോൺട്രാക്റ്റ് മെയിൽ ചെയ്യാമെന്നാണ് സ്കൂളുകാർ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞിട്ടും 1:45 കഴിഞ്ഞിട്ടും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. നമുക്കറിയാം VFSൽ നമ്മൾ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിയുമ്പോൾ ടൈം നമ്മൾ കയറി കഴിയുമ്പോൾ ടൈം അവർ കൂട്ടിത്തരത്തില്ല. ഇപ്പം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഓക്കെ അവരങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഉറപ്പായിട്ടും നമുക്ക് റിഫ്യൂസൽ അടിക്കും. അങ്ങനെ വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഉപ്പിട്ടും തൈലം തേച്ചും പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം അച്ഛൻ വെഞ്ചിരിച്ചെന്ന കാശുരൂപം എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ 2 തവണ വിസയ്ക്ക് വെച്ചു, എനിക്ക് കിട്ടിയില്ല, എനിക്ക് റിഫ്യൂസലാണ് അടിച്ചത്. ഇനി 3ാമത്തെ തവണയും കൂടെ ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് റിഫ്യൂസൽ അടിക്കുവാണെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ റിഫ്യൂസലിൻ്റെ സീല് വരും. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാൻ നോക്കിയാലും, ജർമ്മനിയിലാണെങ്കിലും വേറെ ഏത് രാജ്യത്ത് പോകാൻ നോക്കിയാലും എൻ്റെ ഈ റിഫ്യൂസലിൻ്റെ സീലുള്ളതുകൊണ്ട് എന്തുകൊണ്ട് റിഫ്യൂസൽ വന്നു എന്നവർ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 2 തവണ ഞാൻ വെച്ചു, എനിക്ക് കിട്ടിയില്ല, ഈ തവണ അമ്മയായിട്ട് വെക്കണം. എനിക്കറിയില്ല അമ്മ, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു.
ഫെബ്രുവരി 7-ാം തീയതി എനിക്ക് എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ടിൽ അടിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് അമ്മയായിട്ട് പോയി മേടിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഈ ഫെബ്രുവരി 12-ാം തീയതി വിസ വന്നു. എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചേക്കുന്ന ദിവസം ഫെബ്രുവരി 7-ാം തീയതിയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതും ഫെബ്രുവരി 7-ാം തീയതി എൻ്റെ വിസ എൻ്റെ പാസ്പോർട്ടിൽ അടിക്കണമെന്നാണ്. ഞാൻ ഈ ഫെബ്രുവരി 28-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് അമ്മ തന്ന അനുഗ്രഹം, ഞാൻ B2 ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പം നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ജർമ്മന് ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഡേറ്റ് കിട്ടാൻ വേണ്ടി തന്നെ ഡേറ്റ് കിട്ടുവാണെങ്കിലും നല്ല കാശാകും. ഈ 4 മൊഡ്യൂൾ ഉള്ളതുകൊണ്ട് നല്ല കാശാകും. അങ്ങനെ വന്നപ്പം ഞാൻ ഇവിടെ അച്ഛനെ കൊണ്ടുവന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് കൊടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് B2 നല്ല മാർക്കോടുകൂടി ജയിക്കാൻ പറ്റി. എനിക്കെൻ്റെ എക്സാം ഹാളിൽ മാലയോ കൊന്തയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. എൻ്റെ കാശ് രൂപം കയറ്റാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ ഫുൾ സ്ലീവ് ടോപ്പായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അതിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപവും അച്ഛൻ വെഞ്ചരിച്ചു തന്ന കാശ് രൂപവും ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ എക്സാമിനും കയറുമ്പോൾ ഞാനത് മുറുകെ പിടിച്ചുകൊണ്ട് അവർ എക്സാം ഇടാൻ വരുന്നവർ കണ്ട പ്രശ്നമാണ്. നമുക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല ഇങ്ങനെ ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട. ഞാൻ ആരും കാണാതെ ഞാനതിങ്ങനെ എൻ്റെ എക്സാം പേപ്പറിൽ വെച്ച് പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാനിത് വെച്ച് പ്രാർത്ഥിച്ചു. കുരിശ് വരച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ എൻ്റെ കയ്യിൽ ഒരു തുള്ളി ഉപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ഓരോ എക്സാമിനും എൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടുകൊണ്ടാണ് കയറുന്നത്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന ഡെസ്കിലും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ പാസ്പോർട്ടിൽ തൈലം ഞാൻ തേച്ചുകൊണ്ടാണ് ഞാൻ ഓരോ തവണയും കയറുന്നത്. അപ്പം അതിൽ നിന്ന് തൈലം എടുത്ത് ഞാനാണെങ്കിൽ എൻ്റെ ആൻസർ ഷീറ്റെ വരച്ചിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ സ്പീക്കിംഗ് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് വന്ന ഇൻവിജിലേറ്റേഴ്സ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് നമ്മൾ പറയുന്നതിൻ്റെയൊക്കെ നമ്മൾ സ്പീക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കയറി അവർ ഓരോ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് അവർ ചോദ്യം ചോദിച്ചപ്പോൾ ആൾക്ക് പറയാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ കോൺവെർസേഷനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഡിസ്കഷനൊക്കെ വന്നപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ബാക്കി അവർ പറഞ്ഞാൽ നമുക്ക് അടുത്ത പോയിൻ്റ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പം അവരത് എൻ്റെ കൂടെ വന്ന കുട്ടി അത് പറയുന്നില്ല. ഇന്ന് അവൾ ഒരു പോയിൻ്റ് തന്നെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പേടി വന്നു. കാരണം എനിക്ക് ബാക്കി പറയാൻ പറ്റത്തില്ല അവളത് പറഞ്ഞില്ലെങ്കിൽ. എന്നിട്ട് കാശ് രൂപം മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇൻവിജിലേറ്റേഴ്സ് അവളോട് പറഞ്ഞു, നീ ഒരു പോയിൻ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ബാക്കി പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്കെൻ്റെ ഡിസ്കഷൻ പൂർത്തിയാക്കാൻ പറ്റി. എനിക്ക് ഏറ്റവും പാടായിരുന്നു സ്പീക്കിംഗ് ഒക്കെ. എനിക്ക് B2 ലെവല് എക്സാമിന് നല്ല മാർക്കോടുകൂടി ജയിക്കാൻ പറ്റി. എനിക്കിതല്ലാതെ കുറേ അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും തന്നിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. പ്രൈസ്ത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി പൊതുസ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. വീടുകളിൽ കയറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ കൊടുത്തിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നന്നായില്ലേ പിന്നെ എന്നാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 1 വർഷമായിട്ട് ഞാൻ ജർമ്മനിക്ക് പോകാൻ നിൽക്കുകയാണ്, വിസ റിജക്ഷൻ അടിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫെബ്രുവരി 28-ന് മുമ്പ് ഞാൻ കയറി പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഫെബ്രുവരി 28-ന് കയറി പോവുകയാണ്. പിന്നെ പ്രൈസ്ത പ്രവർത്തനമായിട്ട് കൃപാസനത്തിന് ഞാൻ ഉപ്പും കൊന്തയും കാശുരൂപവും ഒക്കെ മേടിച്ചുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയങ്ങളിൽ പോയി സന്ദർശിച്ച് അവരോട് കുറേ സമയം ചെലവഴിക്കുമായിരുന്നു. പിന്നെ വഴിയരികിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. രോഗികളെ സന്ദർശിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ അങ്ങനെ പോകത്തില്ലായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ഒരു ദിവസം പോയില്ലെങ്കിൽ എന്നെ ഞായറാഴ്ച ഞാനിപ്പോഴും പോകുന്നുണ്ടല്ലോ, ശനി ഞായർ ഞാൻ എല്ലാ തവണയും പോകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ദിവസവും
ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, എന്നാലും നല്ല തണുപ്പൊക്കെ ആയിരിക്കും. എന്നാലും എല്ലാ ദിവസവും എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ദിവസവും എനിക്ക് കുടുംബ പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ജർമ്മനി പോയി കഴിഞ്ഞ് എനിക്കിതെല്ലാം തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം. അതിന് ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 126 6 തിരുവചനം അരുളി ചെയ്യുന്നു, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അമൂല്യ എലിസബത്ത് മനോജ് എന്ന ഈ മകള് തൻ്റെ ജർമ്മനിയിലേക്കുള്ള വിസ തടസ്സങ്ങൾ, അത് എത്ര പ്രാവശ്യം റിജക്ഷൻ വന്നു, 3ാമത്തെ പ്രാവശ്യവുമൊക്കെ തനിക്ക് റിജക്ഷൻ വന്നാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നെ എന്തെല്ലാം, അങ്ങനെ അമ്മയെ വിടാതെ പിടികൂടുകയാണ്. അമ്മയോട് തന്നെ ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വന്നു. താൻ ഇതിനു മുമ്പായിരുന്ന ഒരു കുട്ടിയായിട്ടല്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. അങ്ങനെ തനിക്ക് മാറ്റം വന്നു, തൻ്റെ ജീവിത ചിന്താരീതികൾക്ക് മാറ്റം വന്നു. കർത്താവിനെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനും ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ എൻ്റെ ജീവിതം തന്നെയാണ് മാറിയത്. ഞാൻ ഇന്ന് ഈ വ്യക്തിയായിട്ടിങ്ങനെ മാറ്റമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ നിൽക്കുന്നുവെങ്കിൽ അതെൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ടാണെന്നൊക്കെ പറയുവാനുള്ള ആ ഒരു ധൈര്യം, ആത്മധൈര്യമാണത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോഴാണ് വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് എങ്ങനെയാണ് സന്തോഷത്തോടെ തിരികെ വരിക. ഇന്ന് ഈ മകൾ എങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾ, അതൊരു കൊയ്ത്ത് തന്നെയാണ്. അതായത് തനിക്ക് ഒരു ജീവിതത്തിലൊരു ജോലി വേണം, അതിന് വേണ്ടിയിട്ട് തൻ്റെ ആ ജോലി സാധ്യതകൾക്ക് വരുന്ന തടസ്സങ്ങൾ, പഠന മേഖലയിലൊക്കെ വരുന്ന തടസ്സങ്ങൾ മാറണം. അത് തൻ്റെ നിയോഗമായിട്ട് വെച്ച് തനിക്ക് തന്നെ ഈശോയോട് കൂടുതൽ അടുക്കാൻ കഴിയുമ്പോൾ ഈശോ നൽകുന്ന കൃപകൾക്ക് ഇന്ന് ഈ മകൾ നന്ദി പറയുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.